കാട്, അതിൻ്റെ ഇടയിലൊരു ഗൈസ് നമ്മൾ ഇങ്ങനെ അറ്റം വരെ ഒരു നടന്നിങ്ങനെ പോവാണ്. നമ്മളിതുവരെ ഞാൻ പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഇവിടെ ചുറ്റും കാടാട്ടോ, ആൾതാമസം ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അതായത് എൻ്റെ നാട്ടിൽ ഏറ്റവും അറ്റത്തേക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുന്നതാണ്. നല്ല വെയിലാട്ടോ, ഉച്ചക്കൊരു 3-3:30 സമയം. ഓ അത്യാവശ്യം വെയിലുണ്ട്. എപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല, കാണാം. നമ്മൾ ഇവിടുന്ന് അങ്ങനെ നടന്നുകൊണ്ട് വന്ന് ഇപ്പോൾ ഒരു ചെറുതായിട്ട് ഇങ്ങോട്ട് വന്നെത്തി കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ചെടികളും തെങ്ങുകളൊക്കെ കുറഞ്ഞ് അങ്ങോട്ട് പോകും തോറും നമുക്ക് തെങ്ങൊക്കെ കുറഞ്ഞ് കിട്ടും. നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നടന്ന് പോവുക. ഇവിടെ എത്തുമെന്നൊന്നും അറിയില്ല, വഴിയുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാൻ പാടില്ല. ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമുക്ക് പോയി അവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കാം. കുറേ നടക്കണം കേട്ടോ, 1-2-3 കിലോമീറ്റേഴ്സ് ഉണ്ട് ഇതിൻ്റെ അങ്ങോട്ട് നമുക്ക് നടക്കാനും. അത് ഇതേമാതിരി ഫുള്ള് കാടായിരിക്കും, അവിടെ ഫുള്ള് കാടാ. വേണമെങ്കിൽ ഈ കാട്ടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോവാം, വെറുതെ അറിയാത്ത റൂട്ടിൽ കൂടി പോയി ട്രാപ്പാവണ്ട. അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് പോവാം. വേണ്ട, ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റും കല്ലും ഒക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് കൂടി നടക്കാം കേട്ടോ. പക്ഷെ അപ്പുറത്ത് കൂടി നടന്നാൽ ഭയങ്കര പാടാ, കല്ലും അതും ഇതും ചവറും വേസ്റ്റും ഒക്കെ നമുക്ക് നടക്കാൻ പറ്റൂല. ഇത് കണ്ട ടോയ്ലറ്റിൻ്റെ ടാങ്ക്. ഇതാ കാട് പോലത്തെ സ്ഥലങ്ങളെത്തി. ഈ സാധനം നിങ്ങളുടെ നാട്ടിൽ കാണുന്നുണ്ട്, ഇതിൻ്റെ പേരെന്താന്ന് നിങ്ങൾ പറയണം കേട്ടോ. നമ്മുടെ ഇവിടെ കരിക്കവ് എന്ന് പറയും. ഇതിലൊരു കായൊക്കെ വരുന്ന ഒരു സാധനമാണ്. എന്തോ ട്രോപ്പിക്കൽ ഫോറസ്റ്റിൽ കണ്ടുവരുന്ന ഒരു സാധനമാണ്, അതിനെന്തോ ആണ്. ഇതെല്ലാ പ്രദേശത്തൊന്നല്ല, ഈ ഉപ്പ് കാറ്റൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് അധികവും കണ്ടുവരുന്നത്. ഇതിലൊരു ഫ്രൂട്ട് ഉണ്ട്, പണ്ട് കാലത്തൊക്കെ അത് കഴിക്കാനോ കാര്യങ്ങളിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഇല്ല. ഇത് കണ്ട നല്ല തീ പിടിച്ചാൽ പിടിച്ചതാ നമുക്ക്. ഓ സീനല്ലേ, ഇങ്ങനെ നമുക്ക് പോവാം മെല്ലെ ഇങ്ങനെ ഫുള്ള് കാട് വേണ്ട. നമ്മ ഇങ്ങോട്ട് എത്തിയപ്പോ ഇല്ലേ, ജസ്റ്റ് അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് പോന്നപ്പോൾ നമുക്ക് മണ്ണൊന്നുമില്ല, ഫുള്ള് കല്ല. അപ്പോൾ കല്ലിൻ്റെ മേലിൽ കൂടി ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായപ്പോൾ ഈ ചെടിയൊക്കെ അത് ഈ കാറ്റ് ഉപ്പുള്ളിടത്തെ ഈ ചെടികളൊക്കെ അധികം കാണുള്ളൂ. അത് ഉപ്പില്ലാത്ത നമ്മുടെ ആൾതാമസമുള്ളവർക്കൊന്നും ഈ ചെടിയൊന്നും അധികം ഉണ്ടാവില്ല. ഒരു ഉപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ. ഇവിടെ നമുക്കൊരു വഴി കാണുന്നുണ്ട്, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം. ചിലപ്പോൾ അങ്ങോട്ടേക്കൊരു വഴി കിട്ടിയെങ്കിലോ, കിട്ടിയില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാം. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഓ ഇത് കാടാട്ടോ. നോ ഗൈസ്, ഇവിടെ റോഡുണ്ട്, ഒരു ചെറിയൊരു ഇവിടെ മുള്ള്. ഈ ചെടി കണ്ട നിങ്ങൾ, ഈ ചെടി ഭയങ്കര മുള്ളാട്ടോ. ഇത് കാലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ലോണം പറ്റും. കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒന്ന് പോയി നോക്കാം. അതൊരു വഴി പോലെ നമുക്ക് കാണുന്നുണ്ട്. ഇത് സംഭവം സീനാട്ടോ, ഇതിൽ ഫുള്ള് മുള്ളാണ്. ഈ മുള്ളൊക്കെ എത്തിയാലേ അങ്ങ് ഉള്ളിൽ കയറും, നമ്മുടെ ശരീരത്തും മേത്തും മൊത്തം ഇങ്ങനെ പൊളിഞ്ഞങ്ങ് കയറും. ഇതുകൊണ്ടാ ഫുള്ള് കാട്. ഓ ഇത് കണ്ട, ഇവിടെയൊക്കെ ചവർ പോലെ ഈ ഒരു സാധനം വളർന്നിരിക്കുക, ഈ ഒരു ചെടി. ഇതെന്താ സാധനം എന്ന് മനസ്സിലായ? നോണി. അതായത് നിങ്ങളുടെ അവിടെ ഇത് നമ്മൾ കൊച്ചിയിലൊക്കെ പോകുമ്പോൾ ലുല്ലു മോളിലൊക്കെ കാണും ഇതിൻ്റെ ജ്യൂസ്. അതായത് ഈ ഷുഗർ പേഷ്യൻ്റ്, ഇങ്ങനത്തെ പേഷ്യൻറ്റിനൊക്കെ ഇല്ലേ, അവർക്ക് അസുഖത്തിന് പറ്റിയ
ഇതിൻ്റെ ജ്യൂസ് നല്ലതെന്നാണ് പറയുന്നത്. നല്ല വിലയുള്ള സാധനം. അതിൻ്റെ ഒരു ലിറ്ററിന് തന്നെ എത്ര 500 600 എത്രയൊക്കെ ഉണ്ട്. ഞാൻ ലുല്ലുവില്ല എവിടെയോ പോയപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ കണ്ടതാണ്. ഇതൊക്കെ ഇവിടെ വെറുതെ ഇങ്ങനെ കാട് പിടിച്ച പോലെ വളർന്നിരിക്കുക. കണ്ടാ, ഇതൊക്കെ ആ സംഭവം ഫുള്ള് നോണിയാണ്. ചില ആൾക്കാർ ഇങ്ങനെ പച്ചക്കൊക്കെ ഇത് തിന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊന്നും കഴിക്കൂല. ഭയങ്കര കയ്പ്പാണ്, ഒരു കയ്പ്പ് ടേസ്റ്റാണ് അതിൻ്റെ ഒക്കെ. അങ്ങനെ നമ്മൾ എവിടെയൊക്കെയോ എത്തുന്നുണ്ട്, അറിയില്ല. ഇനി നടന്നതിൻ്റെ അതിൻ്റെ അറ്റത്തേക്ക് നടക്കണം, ഇതിൻ്റെ അപ്പുറത്ത് നടക്കണം. ഈ നടന്ന ഒന്നുമല്ല, ഇതങ്ങോട്ടേക്ക് നടന്ന് ഒരു പക്ഷി. നമ്മൾ കുടുങ്ങിയാന്നൊരു സംശയമുണ്ട്. ഓ മൈ ഗോഡ്. റോഡുണ്ട് ഗൈസ്. നമുക്ക് റോഡ് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ വന്നപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വഴിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഓ, കുഞ്ഞും മറിഞ്ഞു നോക്കി നമുക്ക് പോകണം. ഇതുണ്ട, ഇത് ആരൊക്കെയൊക്കെ കുടമൊക്കെ വന്ന് ഇവിടെ ഇട്ട് പോയിട്ടുണ്ട്. ഓ, ഇവിടെ ഫുള്ള് കാടാട്ടോ ശരിക്കും പറഞ്ഞാൽ. ആരും ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും വരാറൊന്നുമില്ല ഇവിടെ. പിന്നെ ആൾക്കാർ ഇപ്പുറത്ത് കടലിൻ്റെ അപ്പുറത്ത് മീൻ പിടിക്കാനും കാര്യങ്ങളായിട്ടും ഒക്കെ വരും. ഇത് കണ്ട, ഇത് ഈ ഒരു മരത്തിൻ്റെ കായാന്ന് തോന്നുന്നു. എന്തോ ഒരു സംഭവം, എന്താണെന്ന് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിലും പറയണേ. എന്താ സംഭവം മനസ്സിലാവുന്നില്ല. അപ്പോൾ നമുക്ക് പോയി നോക്കാം, എന്തായാലും അറ്റത്തേക്കൊന്ന് പോയി നോക്കാം. ഓ, ഇതാ അവസാനം നമ്മളൊരു പരിധിയിൽ വന്നപ്പോൾ ഒരു സ്ഥലത്ത് വന്നെത്തി. ഇവിടെ കടൽ, ഇതിപ്പുറത്തും കടൽ. അപ്പോൾ നമുക്കിനി ഈസ്റ്റേൺ സൈഡിലേക്ക് ഒന്ന് മാറി നോക്കാം. നമ്മളിപ്പോൾ വന്നത് വെസ്റ്റേൺ സൈഡിൽ നിന്നാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് നമ്മുടെ മിനിക്കോ ഐലൻഡിൽ നോർത്തിലേക്കാണ് കേട്ടോ. നോർത്ത് എൻഡിലേക്ക്, ഐലൻഡിൻ്റെ എൻഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇവിടെയൊക്കെ അത്യാവശ്യം ടൈഡ് ഇന്ന് ഭയങ്കര ലോ ആട്ടോ. ഈ സമയത്ത് ലോ ആണ് ടൈഡ്. ഓ, അടിപൊളിയാണല്ലോ. നോക്ക്, ഒരു രക്ഷയില്ല. ടൈഡും കാര്യങ്ങളും ഉണങ്ങിയിരിക്കുക, അതായത് ടൈഡ് കുറഞ്ഞിരിക്കുക. ഓ, നമ്മൾക്ക് കല്ലിൻ്റെ മേലിൽ കൂടി നടക്കുന്നതിനെക്കാട്ടി നല്ലതാ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ട് കടലിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് നടക്കുകയും ചെയ്യാം. അവിടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാല് ചെരിഞ്ഞും മറിഞ്ഞും ഒക്കെ പോകും. ഇവിടെ ഒരു സംഭവം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇതൊരു പണ്ട് കാലത്ത് മുങ്ങിയൊരു ഷിപ്പായിട്ടോ. അതായത് ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർഗോവും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തോ വരുന്ന ഒരു ഷിപ്പ്. അത് അവർ ഇരുട്ടത്ത് പണ്ട് കാലത്ത് ഈ ലൈറ്റ് ഹൗസൊക്കെ വരാൻ മുന്നേ ഇതായൊരു ഷിപ്പാണ് അത് വന്ന് ഇങ്ങനെ കരയിൽ കയറി അത് നശിച്ച് ദ്രവിച്ചു പോയത്. ഞങ്ങളൊക്കെ അവിടെ പോയി അതിൻ്റെ ഉള്ളിൽ അണ്ടർ വാട്ടറൊക്കെ മുങ്ങി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മറ്റേ, അതായത് ആ കപ്പലിൽ അധികം ഉള്ളത് ലെഡാണ്. ലെഡും കൊണ്ട് എന്തോ വന്നൊരു കപ്പലാണ്. അതിലുള്ളത് ഇതുണ്ട, ആ കപ്പലിൽ നിന്ന് അടിഞ്ഞു കയറിയ സാധനങ്ങളാണ് ഈ തുരുമ്പൊക്കെ. ഈ ഭാഗത്ത് അതിൻ്റെ ഇങ്ങനെ ഓരോ പീസുകളൊക്കെ കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ദ്രവിച്ച് കിടക്കുന്നതൊക്കെ കാണാൻ പറ്റും. സംഭവം പൊളി. അവിടുത്തെ ഒരു ഉള്ളിലത്തെ അണ്ടർ വാട്ടർ കാഴ്ച ഒരു രക്ഷയില്ലാത്ത കാഴ്ച. നമ്മൾ അവിടെ പോയി മുങ്ങി അവിടെ നിന്ന് കുറേ മറ്റേ ഈ കോപ്പറും പിന്നെ ബ്രാസും ഒക്കെ നമുക്കൊരു പ്രാവശ്യം കിട്ടിയതാണ്. അതൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ട്. ആ കപ്പലിൽ അധികവും വരുന്നത് തുരുമ്പല്ലോ കേട്ടോ. അതിലധികം വരുന്ന ഈ കോപ്പർ, ബ്രാസ്, ലെഡ് ഇതൊക്കെ വരുന്നത്. അതായത് വില പിടിപ്പുള്ള സാധനങ്ങളാണ്. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഷിപ്പുണ്ട് കേട്ടോ. ഇത് ഷിപ്പാണ്, ഇതും ഒരു ഷിപ്പാണ്. ഇവിടെ നമ്മൾ പോയി ജസ്റ്റ് മുങ്ങിയിട്ടൊക്കെ ഉണ്ട്. അതൊരു പീസാണ് ഷിപ്പിൻ്റെ, ഇതൊരു പീസാണ്. അതിൻ്റെ അറ്റത്തൊക്കെ ഒരു അറ്റത്തൊക്കെ ഉണ്ട് ഷിപ്പും മഞ്ചും. അതായത് ഇവിടെ ഇങ്ങോട്ടേക്ക് മറ്റേ സിമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഇതൊക്കെ പണ്ട് കാലത്ത് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബോട്ടൊക്കെ ആയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് മുങ്ങി നോക്കിയിട്ടൊക്കെ ഉണ്ട്. കാരണം ജസ്റ്റ് ഫ്രീ ഡൈവ് ചെയ്ത് മുങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒക്കെ കാടാ കേട്ടോ, സെയിം കാടാ കാണാൻ പറ്റും. നമ്മൾ വന്നത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്തത്. ജേണി അവിടെ നിന്നായിരുന്നു നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം എത്രയെന്ന്
ഒരു 3 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ട്. 3:42 3:30 നമ്മളവിടെ നിന്ന് വന്നത്. ഇങ്ങോട്ടേക്കൊന്നും നമുക്ക് നടക്കാൻ പറ്റൂല കേട്ടോ. ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇവിടെയൊക്കെ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഉണങ്ങിയ ഭാഗത്തിലൂടെ, ഈ വെയിൽ കൊണ്ട് ഈ ഉണങ്ങിയ ഭാഗത്തിലൂടെയാണ് നടന്നുകൊണ്ട് പോകുന്നത്. ഓക്കെ, എന്താ എവിടെ പോയാലും ലോകത്ത് ഏതറ്റത്ത് പോയാലും നമുക്ക് പ്ലാസ്റ്റിക് കാണാൻ പറ്റും കേട്ടോ. ഈ പ്ലാസ്റ്റിക്കാണ് നമ്മുടെ ഈ ലോകത്തെ നശിപ്പിക്കുന്നത്. ആ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം കൊണ്ട് കുറേ നമ്മുടെ കോറൽസും പഴയപ്പെട്ടികളും ഇതൊക്കെ ഇല്ലാണ്ടായി പോകുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് കാരണം. അവിടെയൊക്കെ ആ ഷിപ്പും ഇതായിട്ടുള്ള സ്ഥലത്തൊക്കെ നല്ല മീനുള്ള സ്ഥലമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ സ്പെയർ കണ്ണൊക്കെ ആയിട്ട് ഒന്ന് സ്പെയർ ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എത്ര മീനെന്നറിയോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ടേക്ക് കുറച്ച് നിങ്ങൾക്കൊരു ഫാസ്റ്റായിട്ട് നമുക്ക്, അതായത് പ്രത്യേകിച്ച് ഒരുപോലെയാണ് ഏകദേശം എല്ലായിടത്തുമൊക്കെ ഒരുപോലെ. നിങ്ങൾ ഞണ്ടൊക്കെ കാണുന്നുണ്ടോ? അതാ ഞണ്ടൊക്കെ ഓടി കളിച്ച് കിടക്കുക. സീനല്ലേ സീൻ, രക്ഷയില്ല മാൻ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ഫാസ്റ്റായിട്ടൊരു വീഡിയോ അവിടെ വരെ കുറച്ച് നമുക്ക് കാണാൻ, എവിടെയെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലം വരെ എത്തിയിട്ട് നമുക്ക് വീഡിയോ ഇതാക്കാം, ബ്രീഫ് ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മറ്റാണ് കാണാനോ പിടിക്കാനോ ഒന്നുമില്ല. ഇങ്ങനെ ഫുള്ള് സെയിം, അതായത് ഇങ്ങനെ ഈ ഒരു കാട് പോലത്തെ ഈ ഒരു മരവും കൊണ്ടില്ലേ ഫുള്ള് അങ്ങോട്ട് ഇതേപോലെ. ഇതാ ഞാൻ പറഞ്ഞ ആ ഷിപ്പിൻ്റെ അറ്റം ഇതാ. ഈ ഷിപ്പിൻ്റെ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പഞ്ചലോഹം, അതായത് അത് നല്ല വില പിടിപ്പുള്ള സാധനമാണ് കേട്ടോ. പക്ഷേ ആ സാധനങ്ങളൊന്നും എടുക്കാനും പിടിക്കാനും ഒന്നിനും പറ്റാത്ത അവസ്ഥ ആയി കിടക്കുക. ദ്രവിച്ച് അതിൻ്റെ ഉള്ളിൽ ഈ പാറയിലേക്കില്ലേ പൊട്ടിക്കേറിയിരിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥ ആയി കിടക്കുക. അത് പണ്ട് കാലത്ത് ഈ കപ്പൽ ഇതായ സമയം, അതായത് വേൾഡ് വാർ ഫസ്റ്റാ സെക്കൻഡാ അതിൻ്റെ ഒരു സമയത്താണ് ഈ ഒരു കപ്പലൊക്കെ ഈ കരയിൽ വന്ന് കയറുന്നത്. നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകും തോറും അതിൻ്റെ പീസുകളൊക്കെ ചിലപ്പോൾ കാണാൻ പറ്റും. അവിടെ ഒരു പീസ് കാണുന്നുണ്ട് നമുക്ക്. ചിലപ്പോൾ അത് അതിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളായിരിക്കും. നമുക്ക് പോയി നോക്കാം, എന്തായാലും നോക്കാം. യെസ് ഗായ്സ്, ഞാൻ പറഞ്ഞ പോലെ എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ കരക്ക് അടിഞ്ഞ് ഇങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സാധനം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ആ സാധനം എന്താണെന്ന് ഒന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. എന്താണെന്ന് അറിയില്ല, കപ്പലിൻ്റെ എന്തെങ്കിലും ഒരു പാർട്സ് ആയിരിക്കും മിക്കവാറും. എന്താണെന്നൊന്ന് നോക്കട്ടെ, നമുക്കറിയില്ല. നോക്കി നോക്കാം. ജസ്റ്റ് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ ഫോണും പിടിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ ഇതൊന്നുമില്ല പ്രത്യേകിച്ച്. ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി ഒന്ന് ഇറങ്ങിയതാണ്. ഇത് വേണ്ട എന്തോ അവിടെ ഒരു സാധനമുണ്ട് ഷിപ്പിൻ്റെ. വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാം. ഇതൊക്കെ വേണ്ട, ഇത് ഓരോ പീസാണ്, ഷിപ്പിൻ്റെ ഓരോ പീസുകളാണ് ഇതൊക്കെ ബ്രാസോ കോപ്പറോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ലെഡോ. ഇതുണ്ടോ സീനല്ലേ ഞണ്ട് കൂട്ടൻ. കേട്ടോ ഇത് ഇങ്ങനെ വിശ്വസിച്ച് നമുക്ക് ഉറപ്പിച്ചൊന്നും നടക്കാൻ പറ്റൂല. അപ്പോൾ നമ്മളെപ്പോൾ വീണമെന്ന് ചോദിച്ചാൽ മതി, അപ്പോൾ പണി കിട്ടും. അവിടെയൊക്കെ പാർട്സൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കടൽ വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ശരിക്കും ഇത് ഇവിടെയൊക്കെ വന്നിങ്ങനെ അത്യാവശ്യം ഇത് പുതുതായിട്ട് നിങ്ങൾ പുറത്തുനിന്ന് വേറെ ഒരു സ്ഥലത്തു നിന്ന് വരുന്ന ഒരാൾക്ക് ഇത് അത്യാവശ്യം പേടിയായിരിക്കും. പക്ഷേ ഇനി പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മളെ ഒന്നും വന്ന് കടിക്കുമൊന്നുമില്ല. നമ്മളതിനെ ഉപദ്രവിക്കാണ്ടൊന്നും അത് നമ്മളെ ഇങ്ങോട്ടൊന്നും ഉപദ്രവിക്കുമൊന്നുമില്ല. നമുക്കിത് ഇങ്ങനെ സാധാരണമായിട്ട് നടന്ന് പോവാം. അവിടെ എന്തോ ഒരു സാധനം പ്ലൈവുഡാ എന്തൊക്കെയൊക്കെ കയറിയിട്ടുണ്ട്. അതായത് ഈ സീൻ്റെ റൂട്ട് എന്ന് പറയുമ്പോൾ ഇല്ലേ, ഇത് ഇൻ്റർനാഷണൽ ഒരു റൂട്ടാണ്. അപ്പോൾ ഇവിടെ കൂടി നമ്മുടെ ഷിപ്പുകളൊക്കെ, പാസഞ്ചർ ഷിപ്പ്, പിന്നെ പല പല ടാങ്കേഴ്സ്, ബൾക്ക്. ഇത് മറ്റേ മുങ്ങിയിരിക്കുന്ന ആ ഷിപ്പിൻ്റെ ഒരു പീസാണ് കേട്ടോ. ഇത് തുരുമ്പാന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ കരയിലേക്ക് അടിഞ്ഞ് കയറി ഇവിടെ അങ്ങ് നിൽക്കുക. ഇത് കണ്ടോ,
ഇതൊക്കെ ആ ഷിപ്പിൻ്റെ എന്തോ ഒരു ഫ്ലാൻജാ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, എന്തെന്ന് കറക്റ്റ് അറിയില്ല. തുരുമ്പൊരു പീസാ. എന്തായാലും നമ്മൾ വന്നതല്ലേ, വന്ന കഴിഞ്ഞിട്ട് ഇത് എടുത്ത് കിട്ടാം, കയ്യിൽ പിടിക്കുക. ഈ വഴി കൂടി നമുക്ക് ഈ ഇൻ്റർനാഷണൽ ഓരോ ഷിപ്പുകളൊക്കെ ഇല്ലേ, അതായത് ഓയിൽ ടാങ്കേഴ്സും ഇതൊക്കെ ഈ റൂട്ട് കൂടി നമുക്ക് ഇന്തോനേഷ്യ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ വഴി കൂടിയാണ് പാസ് ചെയ്യുന്നത്. ഇതൊരു ഇൻ്റർനാഷണൽ റൂട്ടാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, അതായത് ഏഷ്യയിൽ തന്നെ 1 or 2 സ്ഥാനത്തിൽ ഹൈറ്റ് ഏറ്റവും പൊക്കമുള്ള ഒരു ലൈറ്റ് ഹൗസാണ് നമ്മുടെ ഇവിടെ ലക്ഷദ്വീപ് മിനിക്കോയിലിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലൈറ്റ് ഹൗസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വഴി കൂടി ഇവർ ക്രോസ് ചെയ്യാൻ ഇങ്ങനെ, അപ്പോൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ ത്രൂ കൂടി ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസുകാർക്കോ എന്തോ ഗവൺമെൻറ്റിനാണ് എത്രയോ ടാക്സ് ഇങ്ങനെ ഇതായി കയറും. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. നമുക്ക് നാട് ചെറുതാണെങ്കിലും എൻ്റെ ഉപയോഗങ്ങൾ കുറേ ഉണ്ട് ഗൈസ്. ഞാൻ പറഞ്ഞ ആ ഒരു മരത്തിൻ്റെ ഫ്രൂട്ട് കണ്ട നിങ്ങൾ, ഇത് പഴുത്ത് കിടക്കുക കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം, ഇതാണ് ആ ഒരു ഫ്രൂട്ട്. ഈ ഒരു ചെടീൻ്റെ ഇവിടെ കറിക്കോ എന്ന് പറയും. ഇത് ട്രോപ്പിക്കൽ ഏരിയാസിൽ ഇങ്ങനെ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്. അതായത് ഇത് അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല, ഇതിങ്ങനെ കാട് പിടിക്കുന്ന ഇടത്തൊക്കെ ഇങ്ങനെ കിടക്കും. അതിൻ്റെ ഫ്രൂട്ട് ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഇതിൻ്റെ കായ്ച്ചിട്ടുണ്ട്. നമുക്ക് കായ്ച്ചതൊക്കെ കുറച്ച് കാണാൻ പറ്റും. നടന്നൊന്നും എത്തുന്നില്ല ഗായ്സ്, കുറേ നടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നടന്ന് എവിടെ എത്തൂ എന്താവും എന്നൊന്നും ഒരു പിടുത്തവുമില്ല. ഇപ്പം തന്നെ 4 മണി ആവാനായി, നമ്മൾ മൂന്നാറൊക്കെ എത്തിയിട്ടുള്ളൂ. ഇനി ഇതാ നമുക്ക് ആ കാണുന്ന അറ്റത്തിലേക്കാണ് പോവേണ്ടത്. അവിടെ എപ്പോൾ എത്തുമെന്നൊന്നും ഒരു പിടുത്തവുമില്ല. എന്തായാലും ഒരു ചെറിയൊരു പ്രതീക്ഷ എത്തുമെന്ന് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് നോക്കാം. നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ ഇല്ലേ, വീണ്ടും നമുക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി കേട്ടോ. അതായത് ഫുള്ള് കല്ലും മണ്ണൊന്നുമില്ല. നേരത്തെ നടന്ന സ്ഥലം പോലെയല്ല കേട്ടോ. ഇപ്പം വീണ്ടും കല്ല് വന്നു. അതായത് നമ്മുടെ ഈസ്റ്റേൺ സൈഡിലേക്ക് അവിടെ നിന്നും ഫസ്റ്റ് തുടക്കത്തിൽ നിന്ന് മാറിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പം ഫുള്ള് കല്ലും ഇതും അതും ഒക്കെ ആയി നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അതാണെങ്കിൽ ഒരു വിധത്തിൽ നടന്ന് എങ്ങനെയോ പോകുന്നുണ്ട്. എന്തായാലും നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് മാറാം കേട്ടോ. എളുപ്പമൊന്നുമില്ല, കുറച്ച് പാടൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇവിടെ വരെ നടന്നു വരാൻ ഞണ്ട് വേണ്ട, ഞണ്ട് സീന. ഇത് നമ്മുടെ ഇവിടെ ദഗണ്ടു കക്കുണി എന്ന് പറയുന്നത്, അതായത് അയൺ ക്രാബ്. ഇതെല്ലാം കടിക്കുന്ന സാധനമാണ് കേട്ടോ. ഇത് കടിച്ചാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, തീർന്നു. നടന്നു നോക്കാം. എന്താ എവിടെ പോയാലും ഈ നാറി കാണുന്നേ, ഇതൊരു നാറി തന്നെയായി. ലോകത്ത് എല്ലായിടത്തും ഉണ്ടാവും, ഏത് അറ്റത്ത് പോയാലും നാറി കാണാം. ചാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ചെടി ഇതാ വീഴാനായി കിടക്കുക. ഇപ്പൊ വീണൊന്നും പറഞ്ഞ് ഇരിക്കുകയാണ്. ഇവിടെ ഒരു നമുക്ക് ഷോർട്ട് കട്ട് പോലെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കൂടി ഒന്ന് പോയി നോക്കാം. ചിലപ്പോൾ അപ്പുറത്ത് എത്തിയാൽ അപ്പുറത്ത് കുറച്ച് നടക്കാനും കുടിക്കാനും ഒക്കെ സുഖം ഉണ്ടാവും. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഗൈസ്, യെസ്, എൻ്റെ ഊഹം തെറ്റിയിട്ടില്ല. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് നടക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇതിൽ കൂടി വഴി കണ്ടപ്പോൾ നമ്മൾ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങോട്ട് നടന്ന് പോവാ കേട്ടോ. സ്പൈഡർ കണ്ട, സ്പൈഡർ കണ്ട. ഇതിവിടെ ഒക്കെ ഫുള്ള് വഴിയൊക്കെ ഇതാക്കി സീനാക്കിയിരിക്കുക ഗൈസ്. നമ്മൾ എന്തായാലും അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്നൊരു വിധത്തിൽ ഇതായി വന്നു കേട്ടോ. ഇനി ഇങ്ങോട്ട് നമ്മൾ മെല്ലെ ഫുള്ള് കല്ലായിട്ട് ഗൈസ്, ഫുള്ള് കല്ലുമായി ഇതായി. നമ്മൾ ജസ്റ്റ് നടന്ന് മെല്ലെ ഇങ്ങനെ പോട്ടെ ഗൈസ്. ഇവിടെ വന്നപ്പോൾ കുറച്ച് കാറ്റെങ്കിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നല്ല ചൂടാണ്, അത് നമുക്ക് ഒരു സഹിക്കാൻ പോലും പറ്റാത്ത ഒരു വിധത്തിലാണ് അവിടെ അവസ്ഥ. ഇവിടെ അത്യാവശ്യം പ്രശ്നമില്ല.
ഇവിടെ വന്നപ്പോൾ കുറച്ച് മണ്ണൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാൻ പറ്റുമെന്ന് പറയും. ഈ പ്ലാസ്റ്റിക് നാടുകൾ ഇത് കണ്ട, ഞാൻ പറഞ്ഞ പോലെ ഓരോ ഇങ്ങനെ ഈ ഷിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവരുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയും. അപ്പോൾ ഇതൊക്കെ വന്ന് ഇങ്ങനെ കരയിൽ ഇങ്ങനെ അടിഞ്ഞ് കയറി ഇത് കണ്ട ഇത് അവിടുത്തെയോ ഒരു വാട്ടർ ബോട്ടിലാണ്, എവിടെയോ ഏതോ ഒരു രാജ്യത്തിൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഇതിൽ ചൈനയോ കൊറിയയോ എന്തോ ഒക്കെ എഴുതിയിട്ടുണ്ട്, അറിയില്ല. എല്ലാ കോപ്പും ഇത് ഒരു കുപ്പിൻ്റെ ഇത് ഈത്തപ്പഴമാണെന്ന് തോന്നുന്നു. ഈത്തപ്പഴത്തിൻ്റെ പടമൊക്കെ കാണിച്ചു അതൊക്കെ ഇതിനൊന്നും പക്ഷേ ഇപ്പം നമുക്ക് ആവശ്യമില്ല. ഇവിടെ ഇറങ്ങിയപ്പോയില്ലേ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ ഗൈസ്, ഒരു രക്ഷയില്ല. എന്തായാലും നമുക്ക് ഇതിലൂടെ ഇങ്ങനെ ഒന്ന് നടന്നു പോക്കാം. നല്ല വ്യൂ ആട്ടോ, നല്ല വ്യൂ, ഒരു രക്ഷയില്ല. അത് നടക്കാൻ കുറച്ച് എളുപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ട് നമുക്ക് എന്തായാലും നടന്നു നോക്കാം. ഇതാ തെങ്ങുകളൊക്കെ കണ്ട. കടൽ അത്യാവശ്യം ഇന്ന് കാറ്റുള്ളതുകൊണ്ട് കുറച്ച് ഇതണ്ട തെങ്ങൊക്കെ എയറിലാണ് നിൽക്കുന്നത് ഗൈസ്. എയർ ഇൻ ദ ഇയർ, ഫ്ലൈയിങ് ഇൻ ദ ഇയർ. ഇനി അങ്ങോട്ട് നടക്കാം. ഈ കുറേ നടക്കണം ഇതുപോലെ നടന്ന് ഇപ്പോൾ എത്തുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. എനിക്കെപ്പോഴും പോകണമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു, അല്ലാണ്ട് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ലാൻഡായിട്ട്. അവിടെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്, എന്താ ബോർഡെന്ന് ഒന്നും അറിയില്ല. 4C ബാക്ക്, 4C ബോട്ട്, എന്താ സംഭവം മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തോ ഒരു ബോട്ടിൻ്റെ പേരും പിന്നെ നമ്മുടെ എന്താന്നറിയില്ല. 4C നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താ സംഭവം. ഇതാരോ കൊണ്ടുവന്നൊരു സെൽഫി സ്റ്റിക്കിൻ്റെ പീസാണ് കേട്ടോ. ഇവിടുന്ന് ആരോ കളഞ്ഞിട്ട് പോയതാ. സെൽഫി സ്റ്റിക്കിൻ്റെ അറ്റത്തുള്ള ഒരു പീസാണ് അത്. അവിടെ ഒരു ഫോണിൻ്റെ ബാക്ക് കവറൊക്കെ ഉണ്ട്. ഫുള്ള് ഇങ്ങനെ കല്ലും മണ്ണും പ്ലാസ്റ്റിക്കും ഒക്കെ ഇങ്ങനെ അടിഞ്ഞ് കയറി ആൾ താമസം ഒന്നുമില്ല. ഇങ്ങനെ നശിച്ച് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഇരിക്കുന്നവർ. വേറെ പ്രത്യേകിച്ച് അങ്ങനെ സംഭവം ഒന്നുമില്ല. എന്നാലും നമുക്ക് അങ്ങോട്ട് അറ്റത്ത് വരെ പോയിട്ട് നമുക്ക് അവിടെ എന്തുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഏതോ ഒരു ബോട്ടിൻ്റെ ഒക്കെ പീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇങ്ങനെ ജസ്റ്റ് നടക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നടന്ന് നമ്മൾ പോവും. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തണ്ടേ. ഗൈസ് ആനേൻ്റെ പുറകെ കയറിയ പോലെ. നമുക്കിത് ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി അങ്ങോട്ട് എത്തൂലേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഇനി നടക്കാം കാശ്. വെറുതെ ഞാൻ ഇത് ഓരോന്നും ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചോണ്ടൊക്കെ ഇരുന്നാലേ ഇവിടെ തന്നെ നിൽക്കും, അല്ലാണ്ട് അങ്ങോട്ട് എത്തുമൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് സെയിം ഒരുവിധം എല്ലാ സ്ഥലങ്ങളും സെയിമാണ്. പക്ഷേ എന്താണ് നമുക്ക് അങ്ങോട്ട് നടക്കാം. കടൽ ഇച്ചിരി രഫാട്ടോ ഇന്ന്. കാറ്റിൻ്റെ ഒച്ച കാരണം നിങ്ങൾക്ക് എൻ്റെ ഒച്ച കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഒച്ച എടുത്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. അത് ഞാൻ പ്രത്യേകിച്ച് ഇത് എഡിറ്റൊന്നും ചെയ്യൂല. കാരണം ഇതിങ്ങനെ തന്നെ ഞാൻ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് വീഡിയോ ജസ്റ്റ് കട്ട് ചെയ്ത ഇടങ്ങൾ മാത്രം ഒന്ന് ഇതാക്കി ഇടുമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ നിങ്ങളായിട്ട്, അതായത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് നടന്ന് കാണുമ്പോൾ എന്താ കാണുന്നത് അത് സംഭവങ്ങൾ മാത്രമേ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അന്ന് ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ ഇവിടെ ജനിച്ച് 10-20 കൊല്ലം ആയെന്നുള്ളൂ. പക്ഷേ ഞാൻ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല ഇതുവരെ. ഈ കരയോ എവിടെയോ ഞാൻ വന്നിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ തീരെ വന്നിട്ടില്ല. എനിക്ക് അതാണ് ഞാൻ വരണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന അതാ.
എന്നാൽ അങ്ങോട്ട് പോകുമ്പോൾ നല്ല സാൻഡി ബീച്ചസ് കാണുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും ഇല്ലെങ്കിലും നല്ല അടിപൊളി ബീച്ചുകൾ കാണുന്നുണ്ട്, നല്ല വെളുത്ത മണ്ണും. ഈ മണ്ണിനൊക്കെ വേണ്ടി ആൾക്കാരില്ലേ എത്രയോ ലക്ഷങ്ങൾ മുടക്കി അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തുനിന്ന് കാഴ്ച ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടി, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വരും. ഇവിടെയൊക്കെ പൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ല സമാധാനമായിട്ട് ജീവിക്കാം. തിരക്കും പിടിച്ച ഒരു ജീവിതമൊന്നും ഇല്ലാത്തൊരു സമാധാനമായൊരു അത് സ്ഥലമാണ്. ജനങ്ങളൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അവരുമായിട്ട് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ഇതായി പോവാം. അങ്ങനെയുള്ളൊരു സംഭവമാണ് ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സിറ്റി ലൈഫ് ഒരിക്കലും പ്രതീക്ഷിച്ച് ദ്വീപിലേക്കൊന്നും ഒരിക്കലും വരരുത്. അത് കൾച്ചറലും ഇവിടുത്തെ കൾച്ചറും എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ദ്വീപ് എന്ന് പറഞ്ഞാൽ വേറെ വൈബാ, വേറെ മൂഡാ. അത് ഇവിടെ അഴകെ ബിൽഡിങ്ങും വലിയ ലക്ഷറി സെറ്റപ്പും ഒന്നും കാണുമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഉണങ്ങിയ മരങ്ങളും കുറച്ച് തെങ്ങും, ഇങ്ങനെ തെങ്ങൊക്കെ ഉണങ്ങി വീണതും എന്നൊക്കെ നമുക്കിങ്ങനെ പ്രതീക്ഷിച്ച് വരാം. അല്ലാണ്ട് പ്രത്യേകിച്ച് മാറ്റാണ് ഇവിടെ മറ്റേ ബിൽഡിങ് ബുർജ് ഖലീഫ ഉണ്ട്, മറ്റുണ്ട് മറിച്ചുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടുത്തെ ബുർജ് ഖലീഫ ഗൈസ്. പിന്നെ ഈ കടലും ഈ ഒരു ബീച്ചസുമാണ് ഇവിടുത്തെ മെയിൻ താരം ഗൈസ്. അതായത് ഇവിടുത്തെ ഈ ഒരു കടലിൻ്റെ കളറും കാഴ്ചയും ഒക്കെയാണ് നമുക്ക് ഇതാക്കാൻ പറ്റാത്തത്. മിസ് ചെയ്യുന്നത് നമ്മളധികം അവിടെ പോകുമ്പോൾ നമ്മൾ കൊച്ചിയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടുത്തെ പുഴകളൊക്കെ കാണുമ്പോൾ നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലത്തെ ഈ ഒരു കടലും ഈ ഒരു വൈബാട്ടോ. ഇങ്ങോട്ട് വരുന്തോറും ആൾക്കാർ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഫുള്ള് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ മീൻ പിടിക്കാനോ എന്തിനൊക്കെ വന്നിട്ടുണ്ടാവും, അറിയാൻ പാടില്ല. അതായത് നമ്മൾ അങ്ങോട്ട് എത്തട്ടെ, അങ്ങോട്ട് എത്തിയിട്ട് എന്തായാലും കാണാം. ഇത് തെങ്ങൊക്കെ ആകെ സീനായി വീണ് കിടക്കുക. ഇതൊന്നും ഇപ്പോൾ വീണല്ല കേട്ടോ, കുറേ കാലം മുന്നേ ഇങ്ങനെ വീണ് കിടക്കുക ഇതൊക്കെ. പക്ഷെ നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലേ വീണ്ടും കല്ലുള്ള സ്ഥലങ്ങൾ എത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മളൊരുവിധം നമ്മുടെ ഈ പറയുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിത്തുടങ്ങി. അതായത് ആ കാണുന്നതാണ് നമ്മൾ ഈ പറയുന്ന ആ വളവെന്ന് ജസ്റ്റ് ഇതായി കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലം എൻഡിൽ എത്തുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവിടെ ഈ നാടൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഒരു സുനാമി വന്ന സമയത്ത് അവിടുന്ന് ഒരു എഡ്ജ് മുറിഞ്ഞു പോയി. അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അല്ലാണ്ട് ഞാൻ പോയിട്ടില്ല. എന്തായാലും നമ്മൾ അങ്ങോട്ട് നോക്കട്ടെ, നടക്കട്ടെ. ഇവിടെ വീണ്ടും ഇതാ കല്ലും ഇതും അതും ഒക്കെ ആയി ഫുള്ള് ഇതായിരിക്കും. ഇതുണ്ട് എല്ലായിടത്തും പ്ലാസ്റ്റിക് ഉണ്ട്. പ്ലാസ്റ്റിക് ഈസ് ദ കിങ്. ഈ പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചാലേ തല്ലി കൊല്ലണം ശരിക്കും പറഞ്ഞാൽ. അയാൾ നല്ല കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും അയാൾ ഈ ലോകത്തെ നശിപ്പിക്കാനുള്ളൊരു ആ പ്ലാനും കൂടി ഇട്ടിട്ട് അയാൾ ചവറും ഉണ്ടാക്കി. അയാൾ നമ്മങ്ങനെ നടക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ. ആകെ നമ്മൾ ഒരു പരിവാവും. ഇവിടെ വരെ നടന്ന് ഏകദേശം വരുമ്പോൾ എന്തായാലും ഒരു പരിവാവും. എന്തായാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 2 കിലോമീറ്റേഴ്സൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഊഹം. 2 കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് നടന്നെന്നാണ് തോന്നുന്നത് എനിക്ക്. എന്തായാലും നടക്കാം, നമുക്ക് നടന്ന് അങ്ങോട്ടൊന്ന് എത്തുമെന്ന് നോക്കട്ടെ. ഗൈസ് നമ്മളെ ഏകദേശം ഒരു വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. എത്തിയപ്പോൾ എന്തോ ഒരു ഇനിയോ കുറച്ചുണ്ട് കേട്ടോ നടക്കാൻ. ഇങ്ങോട്ട് വരുന്തോറും ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഡിസ്റ്റൻസ് കൂടി പോകുന്ന പോലെയാണ്. സീനാട്ടോ ഇത്. കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. ഇത് പ്രത്യേകത ഒരു ഫീലാണ്. അതാകെ ഒറ്റപ്പെട്ട അതായത് ഒരു നാട്ടിലേക്ക് നമ്മളിങ്ങനെ ഇടിഞ്ഞ് കയറിയ പോലത്തെ ഒരു ഫീലാണ്. നമ്മൾ ഇതാ എത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാണുന്നതാണ് ഞാൻ പറഞ്ഞ മറ്റേ സെപ്പറേറ്റ് ആയി കിടക്കുന്ന ഐലൻഡ്. അത് നമ്മുടെ ഈ നാടിൻ്റെ ഒരു അറ്റമാണത്. എനിക്ക് തോന്നുന്നു എത്തിയിട്ടില്ലെന്ന് തോന്നുന്നത്. ഇനിയും നടക്കണം. ഒരു രക്ഷയില്ല, ഇനിയും നടക്കാം.
നമ്മൾ ഇങ്ങോട്ടേക്കൊക്കെ മിക്കവാറും വരുമ്പോൾ നമ്മൾ വെള്ളവും കുറച്ച് കഴിക്കാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അത്യാവശ്യം നല്ല, അല്ലെങ്കിൽ നമ്മുടെ പണി ചേരും. ഞാനിപ്പോൾ അധികം വെള്ളമൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഓ ഇതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ലേ? ഇതെന്താ, ഇതാരോ കണ്ടിട്ട് ഇത് തൂക്കിയതാ. ഇതെന്തോ ഒരു ബൾബാണ്, ഒരു പൊട്ടോ എന്താണ് സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. കണ്ടോ, എന്തോ ഒരു ബൾബാ. ഇതിൻ്റെയോ എനിക്ക് തോന്നുന്നു ഷിപ്പിൻ്റെയാ, ഇതിൻ്റെയോ ഒക്കെ ഒരു ബൾബാണ്. ഇതിവിടെ ആരോ തൂക്കി വെച്ചിരിക്കുക. അങ്ങോട്ട് നടക്കട്ടെ. ആ അതെ 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 കാശ്, നമ്മൾ വീണ്ടും ഒരു ബിൽഡിംഗ് പോലത്തെ ഒരു സ്ഥലങ്ങൾ, അതായത് ഒരു ഇടിഞ്ഞ് കിടക്കുന്ന ഒരു വീടോ എന്തോ ഒരു ഇത് കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് നടക്കട്ടെ. നടക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ഫുള്ള് കാടാ ഗൈസ്, കാട്. ഇതാ ഇത് കണ്ട, ഓ ഈ തെങ്ങ് കണ്ട ഗൈസ്, ഈ തെങ്ങ് എന്തോ പ്രത്യേകത മാറ്റാണ് ഡിസൈൻ ചെയ്ത് വരച്ചു വെച്ച പോലെ. അയ്യോ ഗൈസ്, ഇതാ നമ്മൾ ആ ഒരു പറഞ്ഞ അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ അറ്റം എത്തി കാശ്, അതായത് നമ്മുടെ നാട് മുറിഞ്ഞ സ്ഥലത്തിലേക്ക് നമ്മൾ എത്തി. കുറേ സമയത്തിൻ്റെ അവിടെ കഠിനാധ്വാനം കാരണം നമ്മൾ നടന്ന് ഇവിടെ വരെ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ള് പാരക്കല്ലും മറ്റും മറിച്ചും ഒക്കെയാണ് ഗൈസ്. ഈ വീടെന്താന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല കേട്ടാ. ഈ വീട്ടിലേക്ക് എന്തായാലും നമുക്കൊന്ന് കയറി നോക്കണം, ഇതെന്താ സംഭവം എന്ന് നമുക്ക് നോക്കണ്ടേ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, നമ്മൾ എന്തായാലും ഇങ്ങോട്ടും കയറി നോക്കുന്നതായിരിക്കും. ഓ ഇവിടെ ഫുള്ള് കല്ല ഗൈസ്, കല്ല്. അവിടെ ഉണങ്ങി കിടക്കാം കേട്ടോ ഇന്ന്. ഇതിപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്തായാലും കാണാൻ പറ്റും. നമുക്ക് ഭാഗ്യമുണ്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. ഇത് കണ്ട, എന്തോ ട്രാക്ടറിൻ്റെയാ കില്ലറുടെയാ എന്തോ ഒരു ടയറാ. ഇവിടെ നോക്കി ഈ ടയറും മണ്ണാങ്കട്ടയൊക്കെ കയറിയിരിക്കുന്നു. യെസ്, അറ്റ് ദ എൻഡ് വി റീച്ച്ഡ് ദ ഡെസ്റ്റിനേഷൻ ഗൈസ്. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്, നമ്മളെത്തി. നമ്മൾ അതൊരു മണിക്കൂർ ഇപ്പോൾ സമയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 4:30 കഴിഞ്ഞു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് 3:30ക്കാണ് അവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടെയൊക്കെ ഫുള്ള് വേസ്റ്റാണ് കഴിച്ചു, ഫുള്ള് വേസ്റ്റാണ്. ഇത് കണ്ടോ നിങ്ങൾ, ഫുള്ള് വേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത വേസ്റ്റാണ്. ഇനി അങ്ങോട്ട് നമുക്ക് നടന്നാലേ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. അതായത് പണ്ട് ഞാൻ പറഞ്ഞ പോലെ സുനാമി വന്നിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു കടൽ കയറി ഇങ്ങനെ പോയി ഇതായ സ്ഥലമാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ. അതായത് ഇവിടെ ഇങ്ങനെ ഒരു വേറെ സെപ്പറേറ്റ് ആയിരിക്കുക. നമുക്ക് എന്തായാലും മെല്ലെ ഇങ്ങോട്ടൊന്ന് നടന്നു പോകുക കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കല്ല് ഇല്ല, കാരണം ഒന്നിനും പറ്റുന്നില്ല. ക്യാമറ പിടിച്ച് നടക്കണോ താഴെ നോക്കണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെയൊക്കെ കാലിലേക്ക് സാധ്യതയുണ്ട്. ഇതാണ് ഗൈസ് നമ്മളാ പറഞ്ഞ സ്ഥലം. ഇവിടെ ആരൊക്കെയൊക്കെ എന്തൊക്കെയോ സെറ്റാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഇവിടെ മീൻ പിടിക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ ഇവിടെ എത്താറുണ്ട്. അതായത് ഇവിടെ മീനൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെയൊക്കെ നല്ല മീൻ കൂടുതലുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ ഫിഷിങ് റോഡൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ പിടിക്കാൻ പറ്റും. നമ്മളെന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യട്ടെ. വരുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, നമ്മൾ ഇനിയും അങ്ങോട്ട് കുറച്ച് നടന്നാലേ നമുക്ക് ആ ഒരു പാർക്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ ജസ്റ്റ് എന്തായാലും ഒന്ന് നടന്നു നോക്കാം. ഇവിടെ കടലാണ് കേട്ടോ. കടലിൽ ജസ്റ്റ് ഇപ്പോൾ ലോ ടൈഡ് ആയ കാരണം നമ്മൾ ജസ്റ്റ് കാലമൊക്കെ ഒന്ന് കയറ്റി വെച്ച് പാൻറ്റൊക്കെ ഒന്ന് കയറ്റി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നടക്കാം. നമ്മളൊന്ന് നടന്ന് നോക്കുകയാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ജസ്റ്റ് കല്ലും ഇതൊക്കെ മാത്രമേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം മൊത്തമില്ലേ നമ്മൾ വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഫുൾ ടൈഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സീനായി, ഒന്നിനും പറ്റില്ല. നമ്മൾ അവിടെ തന്നെ കിടന്നുറങ്ങണം. അതിനുള്ള ടൈഡായ നമുക്ക് ഇവിടെ നിന്ന് ഇതാക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു വരുന്ന കടലില്ലേ, ഈ കടൽ മൊത്തം ഇങ്ങനെ നമ്മളെ ഇങ്ങോട്ട് കയറി അതാണ് ഞാൻ പറഞ്ഞ എൻട്രൻസിൽ ഈ
ഇങ്ങനെ വെസലൊക്കെ വന്ന് ഇവിടുന്ന് കയറും. ഇവിടെ നിന്നാണ് ഈ ഇപ്പോൾ സ്പീഡ് വെസലും കപ്പൽ വരില്ല, ഒരു സ്പീഡ് വെസൽ, പിന്നെ ബാർജ്, മഞ്ജു ഇതൊക്കെ വരുന്ന അവിടെ നിന്നാണ്. അതായത് സിമെൻറ്റ്, കാർഗോസ് ഇതൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരും. അപ്പോൾ അവർ ഇവിടെ നിന്ന് വന്ന് പൈലറ്റ് ബോട്ട് ഉണ്ടാവും, പൈലറ്റ് കൂടി അപ്പോൾ അതിനകത്ത് കൂടി കയറിയിട്ടാണ് നമ്മുടെ ലഗൂണിലേക്ക് കയറുന്നത്. അല്ലാണ്ട് മറ്റാണ് പൈലറ്റൊന്നും ഇല്ലാണ്ട് കയറിക്കഴിഞ്ഞാൽ ആ ബോട്ടും കാണില്ല, വരുന്ന ഇതൊന്നും കാണില്ല. അതൊക്കെ അവിടെ മുങ്ങി വീണ്ടും പഴയ ഓർമ്മകളായി മാറും. നമുക്ക് എന്തായാലും ചുറ്റും ഇതൊന്ന് നടന്നു നോക്കാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട. അടിപൊളിയാ, രക്ഷയില്ല, എന്തായാലും അടിപൊളിയാണ്. അവിടെ ഒന്ന് പോയി നമുക്ക് അപ്പുറം എന്തായാലും ഇവിടെ വരെ വന്നല്ലേ, അങ്ങോട്ടൊന്ന് പോയി നോക്കാം. വെയിലൊക്കെ ഇപ്പം അത്യാവശ്യം കുറഞ്ഞ് വന്നിട്ടുണ്ട്. വെയിലിൻ്റെ നമ്മുടെ പവർ ഒരുവിധം കുറഞ്ഞ ഗൈസ്. ഒരു വിധമായി കേട്ടോ, ഒരു എളുപ്പമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഈ കല്ലുമ്മേലൊന്ന് നടന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. നമ്മൾ ചിലപ്പോൾ വീഴാനൊക്കെ സാധ്യതയുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, സീനാണ് സീൻ. വാ എല്ലാവരും നമ്മൾ നടക്കാം. ഇവിടുന്ന് കായ്സ് അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ക്രോസ് ചെയ്ത് വന്നു കേട്ടോ. ക്രോസ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഗുഹ പോലത്തെ എന്തോ ഒരു സംഭവം, എന്താ ഇതെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊരു ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് വെസ്റ്റേൺ സൈഡിൽ നിന്ന് ഈസ്റ്റേൺ സൈഡിലേക്ക് പോകാനുള്ളൊരു റോഡാണെന്നാണ് തോന്നുന്നത്. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ജസ്റ്റ് കയറി പോയി നോക്കാം. ഒരു രക്ഷയില്ലേ കായ്സ്, രക്ഷയില്ല. എന്തോ ഒരു ഹൊറർ ഫീലാ, ഹൊറർ മൂവീൻ്റെ ഒക്കെ എന്തൊക്കെയൊക്കെയോ ഫീലാണ്. കാഴ്ച എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ എന്തായാലും മനസ്സിലാകാൻ പറ്റും. എന്തായാലും കാക്കച്ചിയൊക്കെ ഉണ്ട്, അടിപൊളിയാണ്, അടിപൊളി, ഒരു രക്ഷയില്ല. അതായത് ടെൻ്റൊക്കെ ആയിട്ട് വന്ന് ഇവിടെ ടെൻ്റ് വിട്ട് നമ്മളിങ്ങനെ കിടന്നുറങ്ങണം. അതൊരു അവിടെ തുരുമ്പും കഷ്ണങ്ങളൊക്കെ വേണ്ട. അതെ ഇവിടെ ഗൈസ്, ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു കല്ല് ശ്രദ്ധിച്ചു കേട്ടോ. ഇവിടുത്തെ ഈ കല്ലിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ട, ഇത് കല്ലാണോ ഇത് തേനീച്ചക്കൂടാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ഇതെന്താ ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നുണ്ടോ? ഇത് കണ്ട, എന്തോ തേനീച്ചക്കൂട് പോലെ എഴുതിയിരിക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ആണപ്പുണ്ടാവണോ? വെയിറ്റൊന്നുമില്ല. നമുക്ക് എന്തായാലും ഇവിടെ വെച്ചിട്ട് പോകാം. അടുത്ത ആരെങ്കിലും വരുമ്പോൾ ഇതൊക്കെ കാണും. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ വ്യൂ കാണിച്ചു തരാം, വ്യൂ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് നടന്നപ്പോൾ ഇത് കണ്ട, പ്ലാസ്റ്റിക്കിൻ്റെ കണക്ക് കണ്ട. ആർക്കെങ്കിലും പ്ലാസ്റ്റിക് വേണ്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ കുറച്ച് പാർസൽ ആയിട്ട് പ്ലാസ്റ്റിക് അയച്ചു ലോകത്തെ നശിപ്പിക്കാനായിട്ട് ഓരോ ഇതൊക്കെ പ്ലാസ്റ്റിക് ഇതൊന്നും ഇവിടുത്തെ നാട്ടുകാരുടെ ഒന്നും അല്ല അധികം പറഞ്ഞത്. ഇവിടുന്ന് പോകുന്ന ഷിപ്പുകളും കാര്യങ്ങളൊക്കെ അവരുപേക്ഷിക്കുന്ന സാധനങ്ങളാണ്. കപ്പലിൽ നിന്നൊക്കെ ഇവർ ചാക്കിനൊക്കെ ഇത് മറ്റാണ് ഗാർബേജ് ബാഗിലൊക്കെ ഇതാക്കി ഇട്ടിട്ട് ഇവന്മാർ എന്ത് ചെയ്യും, ഇതെടുത്ത് കളയും. അപ്പം അങ്ങനത്തെ പ്ലാസ്റ്റിക്കൊക്കെ അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ കരക്ക് വന്ന് ജസ്റ്റ് ഇടിച്ച് ഇങ്ങനെ കയറും. അല്ലാണ്ട് നാട്ടുകാരൊന്നും ഇങ്ങനെ പ്ലാസ്റ്റിക് അതല്ല നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന പോലത്തെ ബോട്ടിൽസ് ഒന്നും അല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ.
ഓക്കെ, അറ്റത്ത് വന്ന് എത്തി കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൻ്റെ അറ്റത്ത് നമ്മൾ വന്നെത്തി. അതായത് കണ്ട, ഈസ്റ്റേൺ സൈഡും വെസ്റ്റേൺ സൈഡും രണ്ട് സൈഡിൽ നിന്ന് കടൽ വന്ന് ജോയിൻ്റ് ആവുന്ന ഇടമാണത്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ നടക്കാം, പക്ഷെ ഞാൻ എന്തായാലും അങ്ങോട്ട് നടക്കുന്നില്ല കേട്ടോ. വെറുതെ നടന്നിട്ട് ഒന്നും കാണിക്കാനും പിടിക്കാനും ഒന്നുമില്ല. ഇത് കരയിലേക്ക് ഷിപ്പിൻ്റെ ഒക്കെ അവശേഷങ്ങളാണ്. ഇവിടെ ഒക്കെ ഓരോ ഷിപ്പ് ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഷിപ്പ് കാണുന്നുണ്ട്, നിങ്ങൾ അതൊരു ഷിപ്പാണ്. അവിടുത്തെ ഇടിഞ്ഞ് കയറിയ സാധനങ്ങളാ. അങ്ങനെ കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഷെല്ല് കിട്ടി ഗൈസ്, നല്ല അടിപൊളി ഷെല്ല്. ഇതൊന്നും ജസ്റ്റ് കൊണ്ടുപോയിട്ട് തുടച്ചെടുത്തപ്പോൾ അത്യാവശ്യം മണ്ണൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിൽ പോയി ഒന്നും കൂടി ആ പാത്രമൊക്കെ കഴുകുന്ന വയർ വെച്ച് നമുക്ക് ജസ്റ്റ് വയറും വെച്ച് കഴുകിയെടുക്കാം. ഇതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. ഫുള്ള് പ്ലാസ്റ്റിക് കൊണ്ട് നശിച്ചിരിക്കുകയാണ്. ഫുള്ള് പ്ലാസ്റ്റിക്കാണ്, ഫുള്ള് പ്ലാസ്റ്റിക്. കാക്കച്ചൊക്കെ ഇവിടെയും ഇത് മാറില്ലെങ്കിലും കാക്കച്ചി കാണാം. ഇവിടെ നിന്ന് അടിപൊളി സൺസെറ്റാണ് കേട്ടോ. പക്ഷേ കിട്ടുന്നത് നമുക്ക് രക്ഷയില്ലാത്ത സൺസെറ്റാണ്. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങോട്ട് ഒരു അടിപൊളി വ്യൂ ആയിരിക്കും. ആകാശവും കാര്യങ്ങളും പൊളിയാണ്, രക്ഷയില്ല. ഇനി നമ്മൾ എന്തായാലും ഇങ്ങനെയല്ലേ വന്നേ, നമുക്കിനി കുറച്ച് ഇങ്ങനെ നടക്കാം. ഇങ്ങോട്ട് നടന്ന് ഇങ്ങനെ പോവാൻ. ഇങ്ങോട്ട് പോയി ഇപ്പുറത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒന്ന് പോയി നോക്കട്ടെ. ഇത് ഈസ്റ്റേൺ സൈഡ്, അത് വെസ്റ്റേൺ സൈഡ്. ഓക്കെ, ഇത് വെസ്റ്റേൺ സൈഡാ. ഇവിടെ ഒരു സ്ഥലമുണ്ട്, ഇവിടെ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഒന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് കാഴ്ച നോക്കട്ടെ. കയറിയിട്ടുണ്ട് കാഴ്ച. അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് കയറി ഫീറ്റിൻ്റെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ എന്താന്ന് അറിയില്ല കേട്ടോ. അയ്യോ, കയറാനും പേടിയാവുന്നു. നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് ഇന്നത്തെ വടിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ഒരു കെട്ടിടോ ജസ്റ്റ് വേറെ. ഓ ഗൈസ്, ഇതണ്ട പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒരു ഇടിഞ്ഞ് വീണ് കിടക്കുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല. അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കാം. നത്തിങ് ഹിയർ, നത്തിങ് സ്മോൾ. ഇവിടെ 8 കാലുണ്ട്. ഓ സീനാട്ടോ, വ്യൂ സീനാ. ഞാൻ പെട്ടു ഗൈസ്. ഈ കുന്ത്രാട്ടം കാണാൻ വേണ്ടി ഞാൻ കയറിയതാ. ഇനിയിപ്പോ എങ്ങനെ ഇറങ്ങാനാവുന്ന എനിക്കറിയില്ല. ഞാൻ പെട്ടു ഗൈസ്. അയ്യോ നമ്മളിങ്ങോട്ട് ഇവിടെ നിന്നപ്പോൾ ഇല്ലേ, അവിടെ ദൂരത്തുനിന്ന് ഒരാൾ മീൻ പിടിക്കാനായിട്ട് കോലുമായിട്ടൊക്കെ വരുന്നത്. ഒന്ന് നടന്ന് അപ്പോൾ അവിടെ നിന്ന് വിട്ട് നമ്മളിങ്ങോട്ട് വന്നു കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് വന്ന് നമ്മളിങ്ങോട്ട് നടന്ന് പോവാണ്. ഇനി എന്തായാലും ഇതാ കുറച്ച് സമയമല്ലേ നമുക്ക് ബാക്കിയുള്ളൂ. 5-5:30 ആയി. ഇനി നമുക്ക് അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ 6:30-7 മണിയൊക്കെ ആവും.
അപ്പം അതിന് മുന്നേ നമ്മൾ എന്തായാലും എത്താൻ നോക്കട്ടെ അങ്ങോട്ട്. ഞങ്ങൾ നടന്ന് ഒരുവിധം ഒരു പരിധി എത്തിയപ്പോയില്ലേ, അതായത് നമ്മൾ പോയ സ്ഥലത്തൊരു വീടില്ലായിരുന്നു. അവിടെ നിന്ന് ഒരു കല്ല് കിട്ടി കേട്ടോ. ഇതൊരു മാജിക്കൽ സ്റ്റോണാണ് ശരിക്കും പറഞ്ഞാൽ. സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ചിലപ്പോൾ ലക്ഷദ്വീപിലുള്ളവർക്ക് ഇത് കാണാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോയെ. അല്ല, അതൊരു ഫ്ലോട്ടിംഗ് സ്റ്റോണാണ്. അതൊരു പൂജോലത്തെ കല്ലാണ്. നമ്മൾ എത്ര എറിഞ്ഞാലും എത്ര ഇതാക്കിയാലും ഇല്ല, അതിൽ ഒരു ഇതും വരില്ല. അതിലെന്ത് ചെയ്താലും അത് മുന്നോട്ട് പോകും. വീണ്ടും വന്ന് നമ്മുടെ കരയിലേക്ക് കയറി ഇങ്ങനെ വന്ന് അത് അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് കണ്ട, അതൊരു പൂജോലത്തെ സാധനമായിരുന്നു. ഇത് നമ്മുടെ കാലിൽ ഈ ഒരു ഭാഗത്ത് കറവൊക്കെ പോകാൻ വേണ്ടി ചില വയസ്സായ ആൾക്കാർ, നമ്മുടെ ഉമ്മയൊക്കെ ഈ ഒരു കല്ല് ഉപയോഗിക്കാറുണ്ട്. ഇത് നല്ല, അതായത് അത്യാവശ്യം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത്ര ഉള്ള ഒരു കല്ലിനുള്ള വെയിറ്റ് പോലും നമുക്ക് ഇത് കണ്ട ജസ്റ്റ് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇത് ഭയങ്കര വെയിറ്റ്ലെസ് സാധനമാണ്. അതൊരു മാജിക്കൽ സ്റ്റോൺ എന്ന് പറയാം. പടച്ചോണ്ട് ഓരോ കളികളാണ്. ഇതൊരു കല്ല് തന്നെയാണ്, വേറെ ഒന്നുമല്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ ഇത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ട, ഇത് പൊട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വേണ്ട ഒച്ച ഉണ്ടോ നിങ്ങൾ? ആ പൊട്ടമൊന്നുമില്ല, ജസ്റ്റ് പൂജ പോലത്തെ ഒരു സാധനമല്ലേ. പടച്ചോണ്ട് ഓരോ കളിയേ, ഉമ്മ എന്ത് പറയാനല്ലേ. ഇതാ, ഇത് നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ കൈമേൽ വെച്ച് തന്നെ ഇതാ പറഞ്ഞേ. അവിടെ തന്നെ ആദ്യത്തൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഗുഹയാ. ഈ ഗുഹ മൊത്തം ആകെ അടഞ്ഞിരിക്കുകയാണ് ശരിക്കും. ഇതൊരു ഗുഹയായിരുന്നു നേരത്തെ. ഈ ഗുഹ മൊത്തം ഇപ്പം അടഞ്ഞു കിടക്കുക കേട്ടോ. നേരത്തെ കുറച്ച് തുറന്ന് ഒരു നല്ലൊരു രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗുഹ ആകെ അടഞ്ഞു കിടക്കുക. സോറി ഗൈസ്, നിങ്ങൾക്കിത് നല്ലൊരു കാഴ്ച ആവുമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഇനി കാണാൻ പറ്റില്ല. ഇതിൻ്റെ അവസാനം നമ്മൾ ഗൈസ് നടന്ന് വന്നുകൊണ്ട് ഇതാ അവിടെ ഒരു സൺസെറ്റൊക്കെ ഒരുവിധം കഴിഞ്ഞ് നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് നമ്മൾ തിരിച്ചെത്തിയത്. അതായത് 3:30 പോയ ആൾക്കാർ ഇപ്പോൾ നമ്മൾ എത്തുന്നത് എത്ര മണിക്കെന്ന് പറഞ്ഞുതരാം, 6:30. അപ്പോൾ 2-3 hours ഉള്ളിൽ നമ്മൾ തിരിച്ചെത്തി. 3.5 hours അത്രയും സമയം നമ്മൾ എടുത്തു കേട്ടോ. ഇതാ നമ്മൾ തിരിച്ചു വന്ന സ്ഥലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ബൈ. എന്തായാലും അടുത്ത ഒരു നല്ലൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വീണ്ടും കാണാം. ഇത് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒരു ഫ്രീ ആയ കാരണം ജസ്റ്റ് ഇറങ്ങിച്ചെന്നതെന്നുള്ളൂ. ഇനി നല്ലൊരു കണ്ടൻറ്റുമായി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വരാം. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.